ഒരു രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥിതി എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ്. അവിടെ അധിവസിക്കുന്ന ജനങ്ങൾക്ക് ആ നിയമത്തിൽ എത്രത്തോളം ബഹുമാനമുണ്ടോ, എത്രത്തോളം പേടിയുണ്ടോ, ഇതിനെ ആശ്രയിച്ചിരിക്കും അവിടുത്തെ ഓരോ കുറ്റകൃത്യങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത്. ഇത് മറ്റൊന്നും കൊണ്ടല്ല പറയുന്നത്. ഇന്ന് ശ്രീകുട്ടി എന്ന് പറയുന്ന ആ ഡോക്ടർക്ക് ജാമ്യം ലഭിച്ചിട്ടുണ്ട്. നമുക്കറിയാവുന്ന കാര്യമാണ്. കുഞ്ഞുമോൾ എന്ന് പറയുന്ന ആ സ്ത്രീയുടെ ദേഹത്തോട് കാറ് കയറ്റി ഇറക്കി അജ്മലും ശ്രീകുട്ടിയും, അതിൽ ശ്രീകുട്ടിക്കാണ് കിട്ടിയത്. ഇനി നമ്മുടെ ലൈംഗിക ആരോപണം, അതിനെ തുടർന്ന് പീഡനത്തിൻ്റെ പേരിൽ അറസ്റ്റിലാവാൻ മുതിർന്നു നിന്നിരുന്ന, അല്ലെങ്കിൽ അതിൽ നിന്ന് ഒളിവിൽ പോയിട്ടുള്ള നമ്മുടെ സിദ്ദിഖിനും ഇന്ന് ജാമ്യാപേക്ഷ അത് നൽകി കൃത്യമായിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് നമ്മുടെ അബ്ദുൾ റഹീമിനെ ആരും മറന്നു കാണത്തില്ല. ജീവന്റെ വിലയായി അയാളുടെ ഉമ്മയുടെ കണ്ണുനീർ കണ്ടുകൊണ്ട് എല്ലാ മലയാളികളും ഒറ്റക്കെട്ടായി നിന്ന് പെട്ടെന്ന് തന്നെ 34 കോടി രൂപ സമാഹരിച്ചടച്ചു. മാസങ്ങൾക്ക് ഇപ്പുറമായിട്ടും അയാൾക്ക് അല്ലെന്നുണ്ടെങ്കിൽ എന്ന് മോചിതനാവുമെന്ന് ഇന്നും ഒരു പിടിയില്ല. അപ്പം 2 രാജ്യങ്ങളിൽ നടക്കുന്ന നിയമവ്യവസ്ഥിതിയുടെ പ്രത്യേകതയാണിതെന്ന് പറയുന്നത്.